ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക് കേട്ടോ. ഇത് കൂടാതെ ഗ്രീൻ പീസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ വളരെ ചെറുതായിട്ടൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് ചെറിയ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ബീൻസും ചെറിയ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം നമ്മൾ എരിവിന് യൂസ് ചെയ്യുന്നത് പച്ചമുളകും പെപ്പർ പൗഡറും മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചമുളകും നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ വേണേ. അപ്പോൾ ഇഞ്ചിയും വളരെ ചെറുതായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇഞ്ചിയും കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചിക്കനും കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് വെള്ളവും കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ഇനി നമ്മളൊരു ചട്ടി വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ, ഏലയ്ക്ക, പട്ട, കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റുന്നു. അതിനുശേഷം എല്ലാ പച്ചക്കറികളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഇട്ട് ഒന്ന് ഇളക്കുന്നു. പിന്നെ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ടാണ് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ വെന്ത് വരുമ്പോൾ തേങ്ങയുടെ 2-ാം പാലും കൂടി ഒഴിക്കുന്നു. പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. നമ്മുടെ കറി ഇവിടെ തയ്യാറായി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ഇനി നമ്മൾ അപ്പവും കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരിയും അതിൻ്റെ കൂടെ തേങ്ങ, 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഈസ്റ്റും കുറച്ച് ചോറും കൂടി ഇട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അങ്ങനെ അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തു. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.